സീരീസിനകത്ത് വരുന്ന വേറെ ചോദ്യം. സീരീസാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ, കാരണം സീരീസാണ് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പം, പഠിക്കാൻ പറ്റുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുക സീരീസ് എന്നാണ്, സീക്വൻസ് എന്നും സീരീസ് എന്നും ആണ് എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. The series sigma n from 1 to infinity n factorial by n plus 1 raised to n x raised to n where x is greater than 0 is convergent if ഈ ഒരു സീരീസ് എപ്പോഴാണ് കൺവേർജന്റ് ആവുക? എക്സ് ഗ്രേറ്റർ ദാൻ ഇ ആണോ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ ആണോ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആണോ, എക്സ് ലെസ് ദാൻ ഇ ആണോ? ഏത് പോയിന്റിലാണ് ഇത് കൺവേർജന്റ് ആവുന്നത്? അപ്പൊ ഈ ഒരു സീരീസിന്റെ കൺവേർജൻസ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുക റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്, ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എന്താണ്, ആ ചോദ്യങ്ങളൊക്കെ ഈ ഒരു കണക്കിനാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എക്സ് റേസ് ടു എന്നിന്റെ ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തെടുക്കേണ്ട ആവശ്യമില്ല, ശരിക്കും എക്സിന്റെ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാം, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് എക്സ് എടുത്താലും അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എക്സ് അവിടെ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ എക്സ് വരുന്ന ചോദ്യങ്ങളിൽ മിക്കവാറും നമ്മൾ എന്താ ചെയ്യാറുള്ളത്, മോഡ് എക്സ് എടുക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മോഡ് എക്സിന്റെ ആവശ്യമില്ല, മോഡ്ലെസ് റേഷ്യോ ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യും. ഫോർ ദാറ്റ് എ എൻ എന്ന് പറയുന്നത് എന്താ, എൻ ഫാക്ടോറിയൽ ബൈ എൻ പ്ലസ് 1 റേസ് ടു എൻ എക്സ് റേസ് ടു എൻ. എ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, എൻ പ്ലസ് 1 ഫാക്ടോറിയൽ divided by n plus 1 plus 1 n plus 2 all raised to n plus 1 x raised to n plus 1 അല്ലേ. ദെൻ ഇതിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ റോ എന്നോ എൽ എന്നൊക്കെ പറയുന്ന ലിമിറ്റ് എന്തായിരുന്നു, എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 ബൈ എ എൻ. സാധാരണ രീതിയിൽ നമ്മളിവിടെ മോഡുലസ് എടുക്കാറുണ്ട്, ഇവിടെ എടുക്കാത്തതിന്റെ പ്രത്യേക കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി എടുത്താലും എക്സിനെ മാറ്റിക്കൊള്ളണം, എക്സിന് മോഡ് കൊടുക്കേണ്ട കാര്യമില്ല. എക്സിന് മോഡ് കൊടുത്താൽ നമുക്ക് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒക്കെ എഴുതേണ്ടി വരും, അതുകൊണ്ടാണ് കേട്ടോ. പോസിറ്റീവായിട്ടും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് തെറ്റ് വരില്ല. അപ്പോൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2 റേസ് ടു എൻ പ്ലസ് 1 എക്സ് റേസ് ടു എൻ പ്ലസ് 1. ഇതാണ് എ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എൻ. ഞാൻ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നു. ഡിനോമിനേറ്ററിലുള്ള എൻ പ്ലസ് 1 റേസ് ടു എൻ ന്യൂമറേറ്ററിലും ന്യൂമറേറ്ററിലുള്ള എൻ ഫാക്ടോറിയലും എക്സ് റേസ് ടു എന്നും താഴെ. ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കുക. ഇവിടെ എക്സ് റേസ് ടു എൻ കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ ബാക്കി എക്സ് മാത്രം കാണും. ഇവിടെ എൻ പ്ലസ് 1 ഫാക്ടോറിയലും എൻ ഫാക്ടോറിയലും കട്ട് ചെയ്ത് പോയിട്ട് എൻ പ്ലസ് 1 മാത്രം കാണും, ഫാക്ടോറിയൽ ഉണ്ടാവില്ല. മറ്റത് കട്ട് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നൗ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് 1 ഓൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സ് അവിടെ ഉണ്ട്, എൻ പ്ലസ് 1 റേസ് ടു എൻ പ്ലസ് 1 വരും. കാരണം ഇവിടെ 1 ഒരു ടേം ഉണ്ട്, ഇവിടെ n ടേംസും ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ എൻ പ്ലസ് 1 ടേംസ് വരും. ഡിവൈഡഡ് ബൈ n plus 2 raised to n plus 1 ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ലിമിറ്റിനെ പുറത്തേക്ക് എടുത്തോളൂ, ലിമിറ്റ് മാത്രം എഴുതുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ബൈ n പ്ലസ് 2. കോമൺ പവർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, n പ്ലസ് 1 ബൈ n പ്ലസ് 2 ഹോൾ റേസ് ടു n പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനിയാണ് നമ്മൾ, യെസ് കറക്റ്റ് ആണ് കേട്ടോ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ലിമിറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണം. ആ ലിമിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എന്താണ് ആ ലിമിറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അതിന് നമ്മൾ പഠിക്കേണ്ട ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നമുക്ക് ആദ്യം നോക്കിയിട്ട് ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്യാം. ഇതാണ് ആ റിസൾട്ടുകൾ. ലിമിറ്റിൽ വരുന്ന റിസൾട്ടുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 1 ബൈ എക്സ് എന്ന് പറഞ്ഞാലും എന്താണ്, ഇ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാലും ഇ ആണ്. ഓക്കെ, ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നോക്കി. ഓക്കെ, ഇതിങ്ങനെ ക്രോസ് ചെയ്യാണ് ഞാൻ. അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരുമല്ലോ.
ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ ഒന്ന് നോക്കി നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ എക്സ് പ്ലസ് വൺ ഹോൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/e ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോ എന്തിനാ ഇവിടെ പറയണമെന്നുള്ളത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കൺവേർട്ട് ചെയ്യാം ഇതിനെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ എക്സ്, താഴെ എക്സ് പ്ലസ് വൺ, മുകളിൽ എക്സ് പ്ലസ് വൺ, താഴെ എക്സ് പ്ലസ് ടു ഹോൾ റേസ് ടു, ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് വൺ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതെന്തായി? 1/e ആയില്ലേ? എക്സിന് പകരം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എക്സ് പ്ലസ് വൺ. അപ്പൊ എക്സ് പ്ലസ് വണ്ണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് പ്ലസ് ടു. അതാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. നോക്കി നോക്കിയേ. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് ടു ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ. മുകളിലുള്ളത് എൻ, താഴെയുള്ളത് എൻ പ്ലസ് വൺ. മുകളിലുള്ളത് എൻ പ്ലസ് വൺ, താഴെയുള്ളത് എൻ പ്ലസ് ടു. പവർ മുകളിലുള്ള എൻ പ്ലസ് വൺ. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും? 1/e എന്ന് വരും. ഈ ഒരു ലിമിറ്റ് പ്രകാരം, ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? The value of this limit is this is equal to x into 1/e എന്ന് വരും അല്ലെ? L x into 1/e എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീരീസിന്റെ കൺവേർജൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റേഷ്യോ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് L ലെസ് ദാൻ 1 ആണെങ്കിലേ ഈ സീരീസ് കൺവേർജന്റ് ആവുള്ളൂ അല്ലെ? ലെസ് ദാൻ 1 ആണെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം x/e is less than 1. x/e less than 1 ആണെങ്കിലേ ഇത് കൺവേർജന്റ് ആവുള്ളൂ. Therefore, the series converges if ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ x is less than e. x less than e ആവുമ്പോൾ മാത്രമേ ഈ സീരീസ് എന്താവുള്ളൂ? കൺവേർജന്റ് ആവുള്ളൂ. അങ്ങനെയാണ് ഓപ്ഷൻ ഡി നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് മാത്വി ലേണിംഗ് ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 999 രൂപയാണ് ഫീസ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡഡ് സെഷൻസും പിന്നെ PDF നോട്ട്സും ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. 999 രൂപയാണ് ഫീസ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഇതുവരെ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവും, ആൾക്കാരുണ്ടാവും, എനിക്കറിയാം. റിയൽ അനാലിസിസ് ഒന്നും അധികം ധൈര്യത്തിലാരും ഒന്ന് ഒരു കൈ നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് പഠിക്കാനൊന്നും ശ്രമിക്കാൻ സാധ്യതയില്ല. ഇനി നിങ്ങൾക്ക് ശ്രമിക്കാം. പക്ഷെ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ പ്രൊസീജിയർ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചൊന്നും പോകണ്ട. ആ പ്രൊസീജിയർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന റേഷ്യോ ടെസ്റ്റ് ആണ്. ആ റേഷ്യോ ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു, കൺവേർജൻസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും ഇന്റർവൽ ഓഫ് കൺവേർജൻസും ഒക്കെ എങ്ങനെ പറയുന്നു എന്ന് നോക്കിയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് ലെസ് ദാൻ ഇ ആകുമ്പോഴാണ് ഈ സീരീസ് കൺവേർജന്റ് ആവുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചു പോകരുത്. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും അതിന്റെ പ്രൊസീജിയറും ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന അപ്രോച്ചും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതുപോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. യെസ്, അപ്പൊ സീരീസ് നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കുറെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ സീരീസിൽ നിന്നും ചെയ്തു. ഈ റിസൾട്ട് മറക്കാതെ എഴുതി വെക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ലാംഡ ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു ലാംഡയാണ്. ഈ ലാംഡ 1 ആകുമ്പോഴാണ് ഈ റിസൾട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇയും 1/e ഒക്കെ കേസ് ഓർത്ത് വെച്ചോളൂ. ഇതിൽ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇത് എക്സ് ബൈ 1 പ്ലസ് ലാംഡ എക്സ് ഓൾ റേസ് ടു എക്സ് എന്നാണ് ഇതിന്റെ ലിമിറ്റ് വരിക കേട്ടോ. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ നമ്മൾ ലിമിറ്റ് എഴുതുമ്പോൾ 1/e എന്ന് എഴുതണം. 1/e റേസ് ടു ലാംഡ, 1/e റേസ് ടു ലാംഡ ഇൻഫാക്ട്. ഓക്കെ, അതൊന്നും മറന്നു പോരുത്. അതിന്റെ റെസിപ്രോക്കൽ ആണ് 3. അപ്പൊ ഈ റിസൾട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇനിയും ഉപയോഗപ്പെടും.